പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷീനയ്ക്ക് സർക്കാർ ജോലിയായി. കോഴിക്കോട് അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ ഓഫീസ് അറ്റൻഡറായാണ് നിയമനം. നിയമന ഉത്തരവ് കൈമാറാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ ചുമതലപ്പെടുത്തി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അജ്മൽ ദിറാർ ചേരുന്നു. അജ്മൽ, ഹർഷീനയ്ക്ക് നീതി കിട്ടിയെന്ന് പറയാനാകില്ല. കാരണം അത്രമേൽ വേദന അനുഭവിച്ച, ഇപ്പോഴും അതിൻ്റെ ബാക്കിയായ വേദനകൾ അനുഭവിക്കുന്ന സ്ത്രീയാണ്. സർക്കാർ ഏതായാലും ആ ജോലി നൽകുന്നതിന് ഒരു ഉപജീവന മാർഗമെന്ന നിലയിൽ അത്തരം തീരുമാനത്തിലെങ്കിലും എത്താൻ ഇപ്പോൾ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശസ്ത്രക്രിയ നടത്തുന്നതിനിടയിൽ ഇവരുടെ വയറ്റിൽ കത്രിക കൊടുക്കുന്നത് ഈ കോഴിക്കോട് സ്വദേശിയായ ഇവർ അവരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലും മുമ്പിലും അതോടൊപ്പം തന്നെ കോഴിക്കോട്ടും വിവിധ ഘട്ടങ്ങളിൽ സമരങ്ങളുമായി മുന്നോട്ട് പോയിരുന്നു. അപ്പോഴെല്ലാം സർക്കാർ അവരോട് ഒരു മുഖം തിരിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരുന്നതെങ്കിൽ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ ഇപ്പോൾ ദിലീപ് കുമാർ സൂചിപ്പിച്ചതുപോലെ അവർക്കൊരു താൽക്കാലിക ആശ്വാസം എന്ന നിലയിൽ അവർക്ക് ഒരു സർക്കാർ ജോലി ആരോഗ്യവകുപ്പ് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. മാധ്യമങ്ങളോട് ഇത് സംസാരിച്ചുകൊണ്ട് നിൽക്കവേ, അതായത് ആരോഗ്യമന്ത്രിയിൽ നിന്നും ആരോഗ്യവകുപ്പിൽ തനിക്ക് ജോലി ഉറപ്പ് നൽകിയെന്ന വാർത്ത അവർ പങ്കുവെച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ തന്നെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ സെക്രട്ടേറിയറ്റിൽ നിന്നും പുറത്തേക്ക് വരികയും ഹർഷനയോട് ഇതിന്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ടെന്നും നാളെ തന്നെ കോഴിക്കോട് അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ ജോലിക്കായി പ്രവേശിക്കാനും നിർദ്ദേശിച്ചിരുന്നു. ഇപ്പോൾ അതിന്റെ ഉത്തരവ് കൈമാറാൻ ആരോഗ്യവകുപ്പ് ഈ അമ്മയും കുഞ്ഞും ആശുപത്രിയുടെ സൂപ്രണ്ടിനോട് തന്നെ നിർദ്ദേശിച്ചിരിക്കുകയാണ്. അവിടെ അറ്റൻഡർ ആയിട്ടാണ് ഇവർക്ക് നിയമനം നൽകിയിരിക്കുന്നത്. അതുകൂടാതെ ഇന്ന് മുഖ്യമന്ത്രിയെ കാണാൻ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലെത്തിയ ഹർഷനയ്ക്ക് മറ്റ് 2 ഉറപ്പുകൾ കൂടി സർക്കാർ നൽകിയിട്ടുണ്ട്. അതിലൊന്ന്, ഇവരുടെ തകർന്നു വീഴാറായ വീട് അതിനൊരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിയ ശേഷം സർക്കാർ പുനർനിർമ്മിച്ചു നൽകുമെന്നുള്ളതാണ്. അതുകൂടാതെ അവർക്ക് ഈ ആരോഗ്യപരമായ കാരണങ്ങളാൽ പല വെല്ലുവിളികളും അവർ നേരിടുന്നുണ്ട്. ആ ആരോഗ്യപരമായ ഈ പ്രശ്നങ്ങളെ മറികടക്കുന്നതിന് വേണ്ടി സർക്കാർ ചികിത്സാ സഹായം എന്നുള്ള നിലയിൽ അവർക്ക് അർഹതപ്പെട്ട തുക നൽകുമെന്നും അവരോട് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ ഹർഷനയും ഹർഷനയ്ക്ക് വേണ്ടി സമരം ചെയ്ത സമരസമിതിയും ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാധ്യമങ്ങളോടെ കാണുമ്പോൾ പറയുന്ന ഏറ്റവും വൈകാരികമായി പറയുന്ന കാര്യം അവരോട് കഴിഞ്ഞ സർക്കാർ കാണിച്ച അവഗണനയെ കുറിച്ചാണ്. ഏതായാലും അതിൽ നിന്ന് മുക്തമായ നിലയിൽ അവർക്കിപ്പോൾ ഏറ്റവും ആശ്വാസകരമായ ഒരു വാർത്ത തൽക്കാലത്തേക്കെങ്കിലും വന്നു എന്നത് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ദിലീപ്, തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് അജ്മൽ ദിറാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.